ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് വന്നിട്ടുള്ളത് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു അടിപൊളി ജ്യൂസിൻ്റെ റെസിപ്പിയും കൊണ്ടാട്ടോ. ഈ പ്രാവശ്യത്തെ റംസാനിക്ക് നമുക്ക് നല്ല ചൂടല്ലേ പുറത്തൊക്കെ. അപ്പോൾ ആ ഒരു റംസാൻ്റെ ക്ഷീണവും അതേപോലെ തന്നെ നമ്മൾ പുറത്തൊക്കെ പോയി വരുമ്പോഴുള്ള ആ ഒരു ക്ഷീണമൊക്കെ മാറിക്കിട്ടാൻ നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ജ്യൂസാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഈ ഒരു ജ്യൂസ് കുടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക ഒരു എനർജിയൊക്കെ വരും. അപ്പോൾ ആ ഒരു രീതിയിൽ അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇപ്രാവശ്യത്തെ റംസാനൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒരു ലൈക്കും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ജ്യൂസ് റെഡിയാക്കി എടുക്കാമെന്ന് കണ്ടു നോക്കിയാലോ. വളരെ സിമ്പിളാണ്. 2 ക്യാരറ്റ് മാത്രം മതി നമുക്ക് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയല്ലോ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഇഫ്താർ സ്പെഷ്യലായിട്ട് നല്ലൊരു വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു അടിപൊളി ജ്യൂസാണ് റെഡിയാക്കി എടുക്കുന്നത്. നല്ല ചൂടല്ലേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോമ്പിന് തന്നെ ക്യാരറ്റ് വെച്ചിട്ട് നല്ലൊരു കിഡിലൻ ജ്യൂസ് റെഡിയാക്കി എടുക്കുക കേട്ടോ. അതിന് വേണ്ടിയിട്ട് 3 ക്യാരറ്റ് നല്ല പോലെ ഒന്ന് തൊലി കളഞ്ഞ് നമ്മൾ കുക്കറിൽ ഒരു 2 വിസിൽ വേവിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതിനോടൊപ്പം തന്നെ 1 ക്യാരറ്റ് നമ്മൾ നല്ല പോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിത് ചീസിൻ്റെ ഗ്രേറ്ററിൽ വെച്ചിട്ട് നല്ല തിന്നായിട്ട് തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പം ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടില്ല നമ്മുടെ ഈ ഒരു ക്യാരറ്റ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഒട്ടും വെള്ളം ചേർക്കാതെ 1-2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ചേർത്തിട്ട് നമുക്കിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പോലെ അരഞ്ഞു കിട്ടണം കേട്ടോ. അപ്പോൾ ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനിലേക്ക് 1/2 ലിറ്റർ പാല്, അതേപോലെ തന്നെ 1/2 ലിറ്റർ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ 500 ml പാലാണ് ചേർത്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് 250 ml കപ്പിൽ 2 കപ്പ് വെള്ളം, 2 കപ്പ് വെള്ളം കൂടെ ചേർക്കാം. ഇനി നമുക്കിത് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പാല് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറിയൊരു ബൗൾ എടുക്കുക. അതിലേക്ക് നമുക്ക് ഒരു 2-3 ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കുക. ഇതിന് പകരം നിങ്ങൾക്ക് കോൺഫ്ലവർ ആയാലും ചേർക്കാം, അരിപ്പൊടി ആയാലും ചേർത്തെടുക്കാം കേട്ടോ. ഇനി നമുക്കിത് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് ഒട്ടും കട്ടില്ലാതെ നമുക്കൊന്ന് കലക്കി വെക്കാം. അപ്പോൾ ഇതാ നമ്മൾ കസ്റ്റാർഡ് പൗഡറൊക്കെ നമ്മൾ കലക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ പാലൊന്ന് നല്ല പോലെ തിളച്ച് വരട്ടെ. അപ്പോൾ ഇതാ പാല് നല്ല പോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക. ഇതിന് പകരം നിങ്ങൾക്കിത് ഒരല്പം ഷുഗർ സിറപ്പ് റെഡിയാക്കിയിട്ട് അതിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താലും മതി. അങ്ങനെ ഒന്ന് സോഫ്റ്റാക്കി എടുത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ ഡയറക്റ്റ് നമ്മൾ പാലിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പാല് നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ പാല് നല്ല പോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, അതിന് പകരം നിങ്ങൾക്ക് മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ വളരെ നോർമലായിട്ടുള്ള മധുരത്തിലാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു റംസാനക്ക് പരമാവധി നമുക്ക് മധുരം കുറച്ച് റെഡിയാക്കി എടുത്താൽ മതി. കാരണം ഒത്തിരി ഐറ്റംസുകൾ നമ്മൾ കഴിക്കുമ്പോൾ ഒരുപാട് മധുരങ്ങൾ നമ്മുടെ ശരീരത്തിൽ കയറും. അപ്പോൾ അതിനെക്കാട്ടി നല്ലത് എല്ലാം വളരെ നോർമലായിട്ടുള്ള രീതിയിൽ നമ്മൾ റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ. ആ രീതിയിലാണ് നമ്മളിപ്പോൾ ഇവിടെ റെഡിയാക്കി എടുക്കുന്നത്. ഒത്തിരി മധുരത്തിൽ നമ്മൾ റെഡിയാക്കി എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇനി ഒന്നും കൂടെ ഒന്ന് ചൂടായി തിളച്ച് വരട്ടെ. ഒത്തിരി അങ്ങോട്ട് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ പാല് തിളപ്പിച്ചെടുത്തിട്ടില്ല കേട്ടോ. അപ്പം ഇനി നമുക്കിതിലേക്ക് നമ്മൾ അടിച്ചെടുത്ത നമ്മുടെ ഈ ഒരു ക്യാരറ്റിൻ്റെ ഈ ഒരു പൾപ്പും കൂടെ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നതിന് ശേഷം നമുക്ക്
കസ്റ്റാർഡ് പൗഡർ ചേർക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ പാലങ്ങോട്ട് കുറുകി ടൈറ്റായിട്ട് വരും. അപ്പോൾ പിന്നെ നമ്മുടെ ഈ ഒരു ക്യാരറ്റിൻ്റെ ഒരു പൾപ്പൊക്കെ ചേർത്ത് വരുമ്പോഴേക്കും നല്ല പോലെ അങ്ങ് കുറുകി വരും. അപ്പോൾ നമ്മൾ വീണ്ടും ഒത്തിരി പാലും വെള്ളമൊക്കെ ചേർക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ അതിനേക്കാട്ടി നല്ലത് ഈ ഒരു രീതിക്ക് നമ്മളെല്ലാം ഒന്ന് ലൈറ്റായിട്ടുള്ളൊരു ചൂടിൽ തന്നെ എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് ലാസ്റ്റ് നമുക്ക് കസ്റ്റാർഡ് പൗഡർ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇത് ഒന്നും കൂടെ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ഇതാ നമ്മൾ ക്യാരറ്റിൻ്റെ പൾപ്പൊക്കെ ചേർത്തതിന് ശേഷം ഇതാ ഞാനിവിടെ 2 ടേബിൾ സ്പൂണ് ചവ്വരി അഥവാ സാബുനരി 1/2 മണിക്കൂർ നമ്മൾ വെള്ളത്തിൽ കുതിർത്തി എടുത്തിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാട്ടോ. എന്നിട്ട് നമ്മളിതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റിയെടുത്ത് ഇതിൻ്റെ ആ ഒരു സ്റ്റാർച്ചൊക്കെ നമ്മൾ കളഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇത് നമ്മൾ സ്റ്റാർച്ച് ഉണ്ടാകുമ്പോൾ നമ്മുടെ ഈ ഒരു ജ്യൂസ് നല്ല കൊഴുപ്പും കട്ടിയായിരിക്കും. അപ്പോൾ അതിനെക്കാട്ടി നല്ലത് അതൊന്ന് കഴുകിയെടുക്കുമ്പോൾ നമുക്ക് അത്ര കൊണ്ട് വേറിട്ടിട്ട് തന്നെ നമുക്കിത് എടുക്കും. അപ്പോൾ ഇതാ നമ്മൾ അടിപൊളിയായിട്ടുള്ള ജ്യൂസ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു കസ്റ്റാർഡ് പൗഡർ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. കണ്ടില്ലേ, പാൽ അത്യാവശ്യം രീതിയിലൊന്ന് കുറുക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി തിളച്ച് വരുന്ന ആ ഒരു പരുവായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മുടെ ഈ ഒരു കസ്റ്റാർഡ് പൗഡറും കൂടി ചേർക്കാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി കേട്ടോ. കണ്ടില്ലേ, കുമ്പളകളൊക്കെ വന്ന് ചെറിയൊരു തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് ഒഴിച്ചെടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഈ ഒരു രീതി ആയി കഴിഞ്ഞാൽ ഇനി നമ്മൾ ഒരുപാട് സമയം നമ്മൾ ചൂടാക്കി എടുക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത്രയും മതി. നമ്മുടെ പാലും നമ്മൾ ഗ്രേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള നമ്മുടെ ആ ഒരു ക്യാരറ്റും എല്ലാം നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ ഇത് നല്ല പോലെ ഒന്ന് ചൂടാറി തണുത്ത് വരട്ടെ. എന്നിട്ട് നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ക്യാരറ്റ് വെച്ചിട്ടുള്ള അടിപൊളി ജ്യൂസ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ല, ഈ ഒരു രീതിക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളുടെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും. അപ്പോൾ ഇതാ നമ്മുടെ ക്യാരറ്റ് വെച്ചിട്ടുള്ള അടിപൊളി ജ്യൂസ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റമദാനിക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ദാഹവും വിശപ്പും ഒക്കെ മാറിക്കിട്ടുന്ന രീതിയിലുള്ള നല്ലൊരു അടിപൊളി ആയിട്ടാട്ടോ. അത്യാവശ്യത്തിനുള്ള മധുരം മാത്രം നമ്മളിതിൽ ചേർത്തെടുത്തിട്ടുള്ളൂ. എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.